പല സ്ഥാപനങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പല സ്റ്റാഫിനും ഒരു തെറ്റു വന്നാൽ പോലും അവരത് അഡ്മിറ്റ് ചെയ്യില്ല, അവരത് റിപ്പോർട്ട് ചെയ്യില്ല, പിടിക്കപ്പെട്ടാൽ പോലും സമ്മതിക്കും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ജീവിതത്തിൽ അധികം ഉയരില്ല. തെറ്റുകൾ സമ്മതിക്കുകയും തിരുത്താൻ തയ്യാറാകുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഫ്യൂച്ചറുള്ളൂ. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പറയുന്ന വചനങ്ങൾ അതുപോലെ തന്നെയുണ്ടോ എന്ന് ബൈബിളിൽ പരിശോധിക്കുന്ന ആരൊക്കെയുണ്ട് എന്നെനിക്കറിയില്ല. എനിവേ, ബെരോവയിലുള്ള വിശ്വാസികളെക്കുറിച്ച് പൗലോസ് പറയുന്നത് അവർ മറ്റുള്ളവരെക്കാളും ഉത്തമന്മാരായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്നുള്ളത് അവർ പരിശോധിച്ചു പോരുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം അതുപോലെ തന്നെയാണോ എന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ അതിനെ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം വചനത്തിനകത്ത് ജീവനുണ്ട്. വചനത്തിന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. വചനത്തിന് നമ്മോട് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ അത് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വചനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് വചനത്തെ കൂടുതലായിട്ട് മനഃപ്പാഠമാക്കുവാൻ, ബൈ ഹാർട്ട് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ കീ സ്പോൺസർ കാക്കനാട് നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ മകളുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ജീവിതത്തിൽ കർത്താവ് നീ കൊടുത്ത എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദി പറയുന്നു. തൻ്റെ മകളുടെ വിവാഹം നടക്കുവാൻ, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാൻ, മകൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, 35 വർഷം കുടുംബജീവിതം ഒരുമിച്ച് നിലനിർത്തിയല്ലോ കർത്താവെ. എല്ലാറ്റിനുമായിട്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിലുള്ള മീറ്റിങ്ങുകൾ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ 52ാമത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകി തരാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ 28-ാം തീയതി സ്പെഷ്യലായിട്ട് വൈ ടൂർ പ്രോഗ്രാം ബാംഗ്ലൂർ നടക്കുന്നു. 30-ാം തീയതി സ്പെഷ്യലായിട്ട് പാസ്റ്റർ ഡാമിയൻ ആന്റണിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ആരാധന നടക്കുന്നു. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 4, 5 ഈ 2 തീയതികളിലായിട്ട് നടക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ക്യാമ്പും അതിൻ്റെ പ്രോഗ്രാംസും യൂത്തിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം. രജിസ്റ്റർ ചെയ്യുക, കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. കർത്താവ് എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഫോക്കസ് വേർഡ്സ് കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് മീഡിയയിൽ നിന്നും വീണ്ടും എനിക്കൊരു ലിസ്റ്റ് ലഭിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തരണേ. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ലിസ്റ്റ് വായിച്ചിരുന്നു. വളരെ ആക്റ്റീവായി കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവാകുക, ലൈവ് ചാറ്റിൽ ആക്റ്റീവാകുക ഒക്കെ ചെയ്യുന്നവരുടെ ലിസ്റ്റാണ് ഇന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. താങ്ക് യു മീഡിയ ടീം. ഓൾസോ താങ്ക് യു ദീസ് പീപ്പിൾ. ആരൊക്കെയാണ് നോക്കിയേ? രമണി വിജയൻ, താങ്ക് യു ബ്രദർ. മോർണിംഗ് ഗ്ലോറി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു. അടുത്തത് രത്നമ്മ KP, ഞാൻ ദിവസവും 7 മണിക്ക് തന്നെ കാണും. വാവ്. പിന്നെ ഒരു വലിയ ലിസ്റ്റാണ്. മോളി ജോർജ്, ഗീത സുകുമാർ, റിത രാജ്ഗോപാൽ, വിഷ്ണുകുമാർ, ലൂസി കുര്യൻ, സുജ രാമൻ, ജയന്തി ശ്രീകുമാർ, മിനിറ്റി റെജി, ശശികല പിള്ളൈ, ആദർശ് ജോഷ്, അംബുജം ജയൻ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്. താങ്ക് യു. ജെസി കുര്യൻ, ആലിസ് കെ എലിയാസ്, ജസ്റ്റി പോൾ, ഡയാന സീന മാത്യൂസ്, ശോഭ, ഷിബു. ഓ മൈ ഗോഡ്, എത്രയോ പേരാണ്. ഇതിലും എല്ലാം ഒന്നും പെട്ടിട്ടില്ല. ആദ്യത്തെ ആ ലിസ്റ്റ് മാറ്റിവെച്ച് ബാക്കിയുള്ളതായിരിക്കും ഈ എടുത്തിരിക്കുന്നത്. അവരിന്നും ആക്റ്റീവാണ്. ഇതിൽ ഡയാന സീന മാത്യൂസിനെ ഞാൻ നേരിട്ട് കണ്ടു. കാനഡയിലാണ് ഈ സഹോദരി. ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഒത്തിരി കമൻറ്റുകളുടെ എപ്പോഴും ഓൺലൈനിൽ എൻകറേജ് ചെയ്യുന്ന ഈ സിസ്റ്ററെ ഒരു ദിവസം സൺഡേ ആരാധന കഴിഞ്ഞ് നിൽക്കും ഞാൻ കണ്ടു. കാനഡയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ വർഷിപ്പ് സെൻറ്റർ സന്ദർശിച്ചു. നേരിട്ട് ഞാൻ കണ്ടു. ഇതാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതുപോലെ ഒരുപക്ഷെ മീഡിയ ടീം നിങ്ങളുടെ പേരൊക്കെ വിട്ടുപോയി കാണും. ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട.
ദിസ് ഈസ് വെരി എൻകറേജിങ്. ഓരോ എപ്പിസോഡും അല്ലെങ്കിൽ ഓരോ മോർണിംഗ് ഗ്ലോറിയും റിലീസ് ചെയ്യുമ്പോൾ ഈ വർഷം മുഴുവൻ പ്രത്യേക രീതിയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നതാണ് എൻ്റെ ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. വീണ്ടും ഒന്ന് ചെയ്യാൻ ഹോർമോണുകളേക്കാൾ എൻ്റെ സ്പിരിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും പറയാനും പഠിപ്പിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ വലിയൊരു എൻകറേജ്മെൻറ്റ്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഫോക്കസ് വേർഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. എഴുതി വെക്കുക, റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഇന്നത്തെ ഫോക്കസ് വേർഡ്സ് Luke 16 and verse number 10. Whoever can be trusted with very little can also be trusted with much. അനേക പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, എഴുതിയിട്ടുള്ള, ഡിസ്കസ് ചെയ്തിട്ടുള്ള വചനമാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. വണ്ടർഫുൾ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിനും വിചാരകൻ. ഇന്നത്തെ ഡെക്ലറേഷൻ ഇതാണ്: I act responsibly in all things today. ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. God entrusts me with greater influence. ദൈവം എനിക്ക് കൂടുതൽ സ്വാധീനം നൽകുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ നോക്കി ദയവായി വായിച്ച് കിടക്കുന്നതിന് മുമ്പ് തന്നെ ടിക്ക് ചെയ്യണേ. റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു. ആർ യു റെഡി? എല്ലാവരും തന്നെ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇത് ടൈപ്പ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, വേറെ എന്തൊക്കെ പ്ലാറ്റ്ഫോമിൽ അത് സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ സാധ്യമല്ലെന്നറിയാം, കേൾക്കുക. സ്പോട്ടിഫൈ തുടങ്ങി ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, വേറെ എന്തിലൊക്കെയോ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയാൻ കഴിയും. അതിൽ കാണുന്നവരെല്ലാം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. നമ്പർ 1, റെസ്പോൺസിബിലിറ്റി ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ടു വാട്ട് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ്. ദൈവം എന്താണോ നമ്മെ ഭരമേൽപ്പിച്ചത് അതിനോടുള്ള വിശ്വസ്തതയാണ് ഉത്തരവാദിത്തം. കർത്താവ് നമ്മുടെ കയ്യിൽ തന്നു, അതിനോട് കൂറ് പുലർത്തുക, വിശ്വസ്തത പുലർത്തുക. എവറിത്തിങ് വി പൊസസ് ഈസ് എ ട്രസ്റ്റ് ഫ്രം ഗോഡ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അതെല്ലാം ദൈവം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. സമയം, തന്നിട്ടുള്ള കഴിവുകൾ, കുടുംബം, നമുക്കുള്ള സാമ്പത്തികം, നമ്മുടെ ശുശ്രൂഷ, എന്തൊക്കെയുണ്ട് അതെല്ലാം ദൈവം നമ്മളെ അങ്ങ് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇതൊന്നും വെറുതെ ആസ്വദിച്ച് തീർക്കാനുള്ളതല്ല. ഇതെല്ലാം വലിയ ഉത്തരവാദിത്തമാണ്. കർത്താവ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അത് ഒന്നുകൂടി വർദ്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാക്കി തിരിച്ചേൽപ്പിക്കാനുള്ളതാണ്. 24-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം എനിക്കിഷ്ടമാണ്. ദ എർത്ത് ഈസ് ദ ലോർഡ്സ് ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ്. ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും കർത്താവിൻ്റേതാകും. ഒന്ന് പറഞ്ഞേ. ഇന്ന് നൽകുന്ന എല്ലാ വചനങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്നും ദയവായി അതൊന്ന് ഈ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഒരാൾ ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്തിനിടുന്നേ, നമ്മളും ചെയ്യുക. അത് നമുക്കൊരു അനുഗ്രഹമാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലൊക്കെ പറയുന്ന ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ, അത് കേട്ടനുസരിക്കുന്നവർ തുടങ്ങി എല്ലാവർക്കും ഒരു അനുഗ്രഹം പറയും. അപ്പോൾ വചനവുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, വചനം കൈകാര്യം ചെയ്യുമ്പോൾ, വചനം കൊടുക്കുമ്പോൾ, ചിലർക്കൊന്നും, ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും ഇപ്പോൾ ബൈബിളിൽ എവിടെയാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനും പറയാനൊക്കെ. പക്ഷെ ബൈബിൾ ഇന്ന് വരെ ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഈ ഭൂമിയിലില്ലേ? കോടികൾ. ഇന്ന് വരെ ബൈബിൾ കൈകൊണ്ട് പിടിച്ചിട്ടില്ലാത്തവർ, ഒരു വചനം പോലും വായിച്ചിട്ടില്ലാത്തവർ, അതിലെ പുസ്തകക്രമം അറിയാത്തവരില്ലേ? നമ്മളിവിടെ ഇരുന്ന് സങ്കീർത്തനം 24:1 പറയുന്നത് എവിടെ സങ്കീർത്തനം, എന്ത് സങ്കീർത്തനം, ആരെഴുതി, ബൈബിളിൽ എവിടെയത് കിടക്കുന്നത്, ഒന്നും ആൾക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ
ചിലർക്ക് അത് പ്രയോജനം. അതിനുണ്ട് കുഞ്ഞ് പ്രതിഫലം. 1 കൊരിന്ത്യർ 4:2 ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ദോസ് ഹു ഹാവ് ബീൻ ഗിവൺ എ ട്രസ്റ്റ് മസ്റ്റ് പ്രൂവ് ഫെയ്ത്ത്ഫുൾ. ഗൃഹവിചാരകന്മാരിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വസ്തതയാണ്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ സ്റ്റുവാർഡ്സാണ്, മാനേജേഴ്സാണ്, ഓണേഴ്സ് അല്ല. ആദമിനെ ദൈവം സൃഷ്ടിച്ച് 1-ാം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് എന്താ പറഞ്ഞത്? മോനെ നീ ഇതെല്ലാം നോക്കി നടത്തുക. എൻ്റെ അർത്ഥം ഈ ഭൂമിയും പൂർണ്ണതയും എൻ്റെയാണ്. പക്ഷെ ഞാൻ നിന്നെ ഇതിൻ്റെ മാനേജറായിട്ട്, ഏതൻ തോട്ടത്തിൻ്റെ ആദ്യത്തെ മാനേജർ അങ്ങനെ പറയുന്നതിനേക്കാൾ മൊത്തം ഭൂമിയുടെ മാനേജർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മൊത്തം ഭൂമിയുടെ മാനേജറായിട്ട്, കെയർ ടേക്കറായിട്ട് ആദ്യമായിട്ട് ഏൽപ്പിച്ച ഒരു മനുഷ്യനെയാണ്. മൊത്തം നീ എടുത്തു, നീ നോക്കി നടത്തുക. 930 വർഷം ആയുസ് കൊടുത്തു. ഇതുപോലെ നമുക്ക് ഇത്ര വർഷങ്ങൾ ആയുസ് തന്നിരിക്കുന്ന, അത്രയും കാലം ഏൽപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതെല്ലാം നോക്കി നടത്തുക. കുടുംബം അതിലുണ്ട്, സഭ അതിലുണ്ടാകാം, ഒരു സ്ഥാപനമായിരിക്കാം, ഒരു ട്യൂഷൻ സെൻ്ററായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടിൽ വ്യവസായമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, നോക്കി നടത്തുക. മറ്റുള്ളവർക്ക് കൂടെ അത് പ്രയോജനപ്പെടട്ടെ. മത്തായി 25:14-15 ദ മാസ്റ്റർ എൻട്രസ്റ്റഡ് ഹിസ് പ്രോപ്പർട്ടി ടു ഹിസ് സെർവൻറ്റ്സ്. അവിടെ കാണുന്നത് ആ യജമാനൻ തൻ്റെ വസ്തുവക മുഴുവൻ ദാസന്മാരെ ഏൽപ്പിച്ചു, കുറച്ച് സെർവൻസിനെ ഏൽപ്പിച്ചു. സോ സ്റ്റുവാർഡ്ഷിപ്പ് ബിഗിൻസ് when we recognize that we are managers, not owners. എപ്പോഴാണ് നമ്മുടെ ഗൃഹവിചാരകത്വം അല്ലെങ്കിൽ നമ്മുടെ കെയർ ടേക്കിംഗ് ആരംഭിക്കുന്നത്? എപ്പോൾ നമുക്ക് നാം ഉടമസ്ഥന്മാരല്ല, നാം കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സ് മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമോ, അപ്പോഴാണ് സ്റ്റുവാർഡ്ഷിപ്പ് ആരംഭിക്കുന്നത്, ഗൃഹവിചാരകത്വം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പോഴാണ്. നമ്പർ 2, സ്മോൾ റെസ്പോൺസിബിലിറ്റീസ് പ്രിപ്പയർ us ഫോർ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ്. കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങളാണ് വലിയ സ്വാധീനത്തിന് വേണ്ടി നമ്മെ തയ്യാറാക്കുന്നത്, ഒരുക്കിയെടുക്കുന്നത്. ജീസസ് എസ്റ്റാബ്ലിഷ്ഡ് an unchanging kingdom principle. കർത്താവ് ഒരിക്കലും മാറാത്ത ദൈവരാജ്യ തത്വം കർത്താവ് സ്ഥാപിച്ചെടുത്തു. എന്താണത്? ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ലിറ്റിൽ തിങ്സ് ക്വാളിഫൈസ് us ഫോർ ഗ്രേറ്റർ തിങ്സ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള വിശ്വസ്തത വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ യോഗ്യരാക്കുന്നു. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് സച്ച് എ പ്രഷ്യസ് പ്രിൻസിപ്പിൾ. ലളിതമാണെന്ന് തോന്നും, പക്ഷേ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഫെയ്ത്ത്ഫുൾ ആയെങ്കിൽ മാത്രമേ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പലരും വലിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാത്തത് ഒരുപക്ഷെ നമ്മളെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസ്തരാകാത്തത് കൊണ്ടല്ലേ? ഒന്ന് ചിന്തിക്കാമോ? ജോസഫ് മാനേജ്ഡ് പോത്തിഫേഴ്സ് ഹൗസ് ബിഫോർ ഹി മാനേജ്ഡ് ഈജിപ്റ്റ്. ഈജിപ്ത് എന്ന വലിയൊരു സാമ്രാജ്യത്തെ ഭരിക്കുന്നതിന് മുൻപ് ഒരു വീടാണ് തന്നെ ഏൽപ്പിച്ചത്, ഒരു ഹൗസ് ഹോൾഡ്. പൊത്തിഫർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീട് മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചു. ആ വീടെന്ന് പറയുന്നത് സാധാരണ പോലെ ചെറിയ വീടൊന്നുമല്ല. അന്നത്തെ കാലത്തെ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് ഭൂമി കാണും, അതിന് നടുവിൽ കൊട്ടാര സദൃശ്യമായ ഒരു വീടായിരിക്കും. അതിലൊത്തിരി ദാസിദാസന്മാർ, ഭാര്യമാർ, ഇവരുടെ എല്ലാവരുടെയും മക്കൾ, കന്നുകാലികൾ, അതുപോലെ കുറേ വയൽ, കൃഷി, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കാണും. ഇന്നത്തെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ്. അത് ആദ്യം ഏൽപ്പിക്കുകയാണ് ജോസഫിനെ. അപ്പോൾ അവിടുത്തെ കണക്ക് കാര്യങ്ങൾ നോക്കുക, എല്ലാ കാര്യങ്ങളും. ഈ പൊത്തിഫർ കഴിക്കുന്ന ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം നോക്കി നടത്തുന്നത് ജോസഫായിരുന്നു. അവിടെ കിട്ടിയ ട്രെയിനിങ് ആണ് രാജ്യം മൊത്തം മാനേജ് ചെയ്യാൻ ആവശ്യമായതിലേക്ക് അവനെ നടത്തിയത്. കൊച്ചു കാര്യങ്ങളിലെ വിശ്വസ്തത വലിയതിലേക്ക് നടത്തി. ഇതുപോലെ തന്നെയാണ് ഡേവിഡ് കെയർഡ് ഫോർ ഷീപ്പ് ബിഫോർ ഹി ഷെപ്പേർഡഡ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന വലിയ രാജ്യത്തിലെ സകല മനുഷ്യരെയും ഭരിക്കുന്നതിന് മുമ്പ്
താൻ വഴി നടത്തിയത്, താൻ പരിപാലിച്ചത് ആരെയായിരുന്നു? തൻ്റെ അപ്പൻ്റെ ആടുകളെയാണ്. ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ചുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആടുകളെ, ജനങ്ങളെ നയിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവനെ ഉയർത്തിയത്. തിമത്തി പ്രൂവ്ഡ് ഹിംസെൽഫ് ഫെയ്ത്ത്ഫുൾ ബിഫോർ ലീഡിങ് ദ ചർച്ച്. ഒരു സഭയെ നടത്തുന്ന രീതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ തിമത്തിയോസ് താൻ വിശ്വസ്തത തെളിയിച്ചു. ഒരു ദൈവദാസനോടൊപ്പം നടന്ന്, അസിസ്റ്റൻ്റായൊക്കെ നടന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നൊരു വിശ്വസ്തത തെളിയിച്ചപ്പോഴാണ് ഒരു സഭാ ശുശ്രൂഷകനായി ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിഞ്ഞത്. സദൃശ്യവാക്യങ്ങൾ 20:11. ഈവൻ സ്മോൾ ചിൽഡ്രൻ ആർ നോൺ ബൈ ദർ ആക്ഷൻസ്. കുഞ്ഞുങ്ങൾ പോലും അവരുടെ പ്രവൃത്തികളാൽ തിരിച്ചറിയപ്പെടും എന്ത് ടൈപ്പാണ്, എന്തിലേക്ക് പോകുന്നത്. മത്തായി 25:21 അവിടെ രാജാവ് ഇരുന്ന് പറയുന്ന ഒരു കമൻ്റുണ്ട്, ഒരു അപ്രീസിയേഷനുണ്ട്. യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ വിത്ത് എ ഫ്യൂ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായത്, ഐ വിൽ പുട്ട് യു ഇൻ ചാർജ് ഓഫ് മെനി തിങ്സ്. അനേക കാര്യങ്ങളുടെ അധിപനായി ഞാൻ നിന്നെ നിയോഗിക്കാൻ പോകുകയാണ്. സദൃശവാക്യങ്ങൾ 28:20 പറയുന്നത്, എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ ബി റിച്ച്ലി ബ്ലെസ്ഡ്. ഒരു വിശ്വസ്തനായ പുരുഷൻ, ഒരു വ്യക്തി സമ്പന്നമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തതയുണ്ടോ, വളരെ സമ്പന്നമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് യൂഷ്വലി അറൈവ് ഡിസ്ഗൈസ്ഡ് ആസ് സ്മോൾ റെസ്പോൺസിബിലിറ്റീസ്. വലിയ ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? തുറക്കപ്പെടുന്നതിന് മുമ്പ് പ്രച്ഛന്ന വേഷധാരിയായിട്ട് കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങൾ വരും. ഒരു വലിയ കമ്പനി, അതിൽ ചിലപ്പോൾ ഒരു പ്യൂണായിട്ട്, അറ്റൻഡറായിട്ടൊക്കെ കയറുന്ന ആളായിരിക്കും മാനേജറായിട്ട് നാളെ റിട്ടയർ ചെയ്യുന്നത്. കാരണം അയാൾ വിശ്വസ്ത തെളിയിച്ചു, അടുത്തേക്ക് കയറി അവസാനം മാനേജർ പൊസിഷനിലെത്തിയായിരിക്കും റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ കയറി വരുന്ന ആ പടവുകൾ കണ്ടോ. മൂന്നാമത്തേത്, റെസ്പോൺസിബിൾ പീപ്പിൾ ടേക്ക് ഓണർഷിപ്പ് നോട്ട് എക്സ്ക്യൂസസ്. ഉത്തരവാദിത്വമുള്ള ആളുകളുടെ പ്രത്യേകത, അവർ ആ കാര്യങ്ങളുടെ ഉടമസ്ഥത ഏറ്റെടുക്കും. അതല്ലാതെ ഒഴികഴിവുകൾ പറഞ്ഞ് അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവർ രക്ഷപ്പെടുകയില്ല. അതായത് വിശ്വസ്തരായ ആളുകൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അത് ഏറ്റെടുക്കും. പല സ്ഥാപനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പല സ്റ്റാഫിനും ഒരു തെറ്റ് വന്നാൽ പോലും അവരത് അഡ്മിറ്റ് ചെയ്യില്ല, അവരത് റിപ്പോർട്ട് ചെയ്യില്ല, പിടിക്കപ്പെട്ടാൽ പോലും സമ്മതിക്കുമില്ല. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ജീവിതത്തിൽ അധികം ഉയരില്ല. തെറ്റുകൾ സമ്മതിക്കുകയും തിരുത്താൻ തയ്യാറാകുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഫ്യൂച്ചറുള്ളൂ. ഇത് തുടങ്ങിയത് ഏതും തോട്ടത്തിലാണ്. പ്രശ്നമുണ്ടായി പിടിക്കപ്പെട്ടു. കർത്താവ് ഒന്ന് ആദ്യത്തെ കോർട്ട് സെറ്റ് ചെയ്തു. തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ. ഇതൊക്കെ പറഞ്ഞ് ആ കോർട്ട് കൂടിയ സമയത്ത് ആദ്യം തന്നെ ചെയ്തതെന്താണ്? ആദാം പറഞ്ഞു, ഇവളാണ് എൻ്റെ കാരണക്കാരി. നീ എന്നോടുകൂടെ ഇരിക്കാൻ തന്ന ഈ സ്ത്രീ ഞാൻ കഴിച്ചു. അതിൻ്റെ അർത്ഥം ഐ എം നോട്ട് റെസ്പോൺസിബിൾ. അപ്പോൾ ദൈവത്തിൻ്റെ ചോദ്യം, ആദാമേ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത്, ഇത് മൊത്തം നിന്നെയല്ലേ ഏൽപ്പിച്ചത് മാനേജ് ചെയ്യാൻ. നീ എന്തിനാ അവളെ പറയുന്നേ? അതിന് കൂടെ നീ ഉത്തരവാദിയാണ്. അവളിത് തിന്നെങ്കിൽ അതിന് കൂടെ നീ ഉത്തരവാദിയാണ്. കാരണം ഇതുൾപ്പെടെ എല്ലാം ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത് മാനേജ് ചെയ്യാൻ. ആ പാമ്പ് വന്ന സമയത്ത് നീ ഇവിടെ പെട്ടെന്ന് ചാടിക്കയറി ഇടയിൽ വീണ് അവളെ മാറ്റിക്കൊണ്ട് പോവുകയോ പാമ്പിനെ ഓടിച്ചു വിടുകയോ ചെയ്യേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, നിന്നോടാണ് ഞാൻ പറഞ്ഞത് കഴിക്കരുതെന്ന്. എന്തുകൊണ്ട് നീ കഴിച്ചു? അത് ഈ സ്ത്രീ തന്നു. എന്തായിരിക്കുന്നു ശാപം അവൻ്റെ തലയിലും വന്നു. ഇനി ഹവ്വയെ പിടിച്ചു. ഹവ്വ എന്താ പറഞ്ഞത്? ഈ പാമ്പാണ്, ഞാനല്ല, ഈ പാമ്പ് ഇരിക്കുമെന്ന് ഞാനങ്ങ് തിന്നു പോകത്തേ ഉള്ളൂ. പിന്നെ അത് ഞാൻ ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഒരിക്കലും അവിടെ റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ് എടുക്കുന്നില്ല. എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയാൻ ഇവരാരും തയ്യാറല്ല. ജോസഫ് ആക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി. എന്നാൽ ജോസഫിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു? ആ സ്വപ്നം കാണുക മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ഭാരം, ഭരണകർത്തൃത്വം,
ഉത്തരവാദിത്വം, ജനങ്ങളുടെ ക്ഷേമം, ഭാവി, പട്ടിണിക്കാലം വരുന്നു, ക്ഷാമകാലം വരുന്നു, ഇതെല്ലാം അവൻ ഉത്തരവാദിത്വത്തോടു കൂടി അങ്ങ് ഏറ്റെടുത്തു. ചെറിയ കാര്യമൊന്നുമല്ല. ദൈവം യോസഫിനെ ഉയർത്തി എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവിടുത്തെ കൃഷി കാര്യങ്ങൾ, അവിടുത്തെ ലൈഫ് സ്റ്റോക്ക്, അവിടുത്തെ പാണ്ഡികശാലകൾ പുതുക്കിപ്പണിയണം, ഭയങ്കരമായ പരിപാടിയാണ്. അതുകൂടാതെ ഈ ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ കണക്കെഴുത്തും ഇതെല്ലാം ചെയ്യണ്ടേ? തനിക്ക് വേണ്ടിയാണോ? തൻ്റെ രാജ്യത്തിൻ്റെയും അനേക രാജ്യങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് താൻ വർക്ക് ചെയ്യുന്നത്. നെഹമ്യായ ആക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി. ഇനി ഇതുപോലെ തന്നെയാണ് നെഹമ്യാവ്. താനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തനിക്ക് അവിടെ നല്ല ജോലിയുണ്ട്, വേണ്ടത്ര ഇതുണ്ട്, അവിടെ വളരെ ഖുഷിയായിട്ട് ജീവിക്കും. എന്നാലും തൻ്റെ സ്വന്തം രാജ്യം, ദൈവത്തിൻ്റെ ആലയമുള്ള തൻ്റെ പട്ടണത്തിൻ്റെ മതിൽ തകർന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും? പോൾ ആക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി. പൗലോസിന് ഇതുപോലെ തന്നെ. ബർബറന്മാർക്കും യവനർക്കും സകലർക്കും ഞാൻ കടക്കാരനാകുന്നു. സുവിശേഷത്തിൻ്റെ കടം അവരോട് എനിക്ക് വീട്ടിൽ തീർക്കാനുണ്ട്, എനിക്ക് പ്രസംഗിക്കണം. ഈ റെസ്പോൺസിബിൾ പീപ്പിൾ ആസ്ക് വാട്ട് ക്യാൻ ഐ ഡു ഇൻസ്റ്റെഡ് ഓഫ് ഹൂം ക്യാൻ ഐ ബ്ലെയിം. ഉത്തരവാദിത്തമുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. അതല്ലാതെ ആരെ ഞാൻ കുറ്റം പറയും, ഞാനല്ല തെറ്റുകാരൻ എന്ന് പറഞ്ഞ് വരുത്തി തീർക്കും എന്നത് അല്ല അവർ ചിന്തിക്കുന്നത്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പലരും നമ്മുടെ ചുറ്റുപാടും അങ്ങനെയല്ലേ. എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാൽ ആരുടെ തലയിലെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ നീതിമാൻ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ കുറ്റവാളിയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി നിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാവും? ബ്ലെസ്സിംഗ് ടുഡേയിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷകനോ ഏതെങ്കിലും ഇവിടുത്തെ ഒരു സ്റ്റാഫോ ബന്ധപ്പെട്ട് നിൽക്കുന്ന വോളണ്ടിയേഴ്സോ ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ആളുകൾ എന്നോടാണ് ചോദിക്കാറ്, പാസ്റ്ററെ എന്താണ് പാസ്റ്റർ സഭയിൽ ഇങ്ങനെ, ശുശ്രൂഷകർ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറിയത്? എത്രയോ പ്രാവശ്യം എന്നോട് ചോദിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം പറയുന്നത്, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു, എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. അയ്യോ പാസ്റ്റർ ഒന്നും പറയണ്ട, പാസ്റ്റർ ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും ഞാനാണ് ഉത്തരവാദി. എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകർ എന്തെങ്കിലും അപമര്യാദ ആരോടെങ്കിലും പെരുമാറിയാൽ, അമാതൃകയായി പെരുമാറിയാൽ, വചനവിരുദ്ധമായി പെരുമാറി, അൾട്ടിമേറ്റ്ലി ഐ ആം റെസ്പോൺസിബിൾ. എനിക്ക് ആ ബോധ്യമുണ്ട്. നമ്മളെത്ര മെൻറ്റർ ചെയ്താലും എത്ര പഠിപ്പിച്ചാലും ചിലരൊക്കെ അതിലേക്ക് വരുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ സ്റ്റിൽ ഐ ആം റെസ്പോൺസിബിൾ. ആ ബോധ്യം എനിക്കുണ്ട്. സദൃശവാക്യങ്ങൾ 28:13 ഹൂ എവർ കൺസീൽസ് ദെയർ സിൻസ് ഡസ് നോട്ട് പ്രോസ്പർ but whoever confesses and renounces them finds mercy. ഈ വചനം പറയുന്നതനുസരിച്ച് തൻ്റെ ലംഘനങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നല്ലൊരു വചനമല്ലേ? നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്ത് വെക്കാൻ സാധ്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തേക്ക് വരും. നല്ലതെന്താണ്? അതങ്ങ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഗലാത്യലേഖനം 6:5 ഈച്ച് വൺ ഷുഡ് ക്യാരി ദെയർ ഓൺ ലോഡ്. ഓരോരുത്തൻ അവനവൻ്റെ ഭാരം ചുമക്കട്ടെ. സഭാപ്രസംഗം 9:10 നിൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം നീ പൂർണ്ണ ശക്തിയോടെ ചെയ്യുക. നമ്പർ 4 ഗോഡ് റിവാർഡ്സ് റെസ്പോൺസിബിൾ സെർവൻസ്. ഉത്തരവാദിത്വമുള്ള ദാസന്മാരെ ആണ് ദൈവം പ്രതിഫലം നൽകി ആദരിക്കുന്നത്. കാരണം ഗോഡ് നോട്ടീസസ് എവ്രി ആക്ട് ഓഫ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ്ഷിപ്പ്. ഈ ഭൂമിയിൽ ആരല്ല, ഇങ്ങനൊരു വചനമുണ്ട്, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നാണ് വിശ്വസ്തത ഇങ്ങനെ മുളച്ചു വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളാണ് വിശ്വസ്തത കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിശ്വസ്തത, ഈ ഭൂമിയിലുള്ള കൊച്ചു വിശ്വസ്തത പോലും ആര് കാണിച്ചാലും ദൈവം അത് കാണുന്നു. നത്തിങ് ഡൺ ഫോർ ഹിം ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യവും ചെറുതല്ല. എൻ്റെ അർത്ഥം ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് കണക്കിലെടുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വെളിപ്പാട് പുസ്തകം 22:12 മൈ റിവാർഡ് ഈസ് വിത്ത് മീ. കർത്താവ് തിരിച്ചു വരുമ്പോൾ ആ വരവ്, കർത്താവ് രണ്ടാമത് വരുന്ന വരവിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വലിയ യാഥാർത്ഥ്യം, അവൻ തിരിച്ചു വരുമ്പോൾ പ്രതിഫലവുമായി വരും,
കൂലി എൻ്റെ കയ്യിലുണ്ട്, പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അതുമായിട്ടെത്ര വരുന്നത്. ഞാൻ വീണ്ടും പറയുന്ന, യേശു കർത്താവ് തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെ അല്ല വരുന്നത്. അവൻ വരുന്നത് കൈ നിറയെ ദൈവത്തിന് വേണ്ടി ഇന്ന് ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും പ്രതിഫലവുമായിട്ടാണ് അവൻ വരുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേട്ട ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് എല്ലാവർക്കും ഇതുപോലൊരു റെസ്പോൺസിബിൾ നേച്ചർ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അത് കുറവുള്ളവരുണ്ട്, അവർക്കത് കൂടട്ടെ, ഉള്ളവർക്കത് വർദ്ധിക്കട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതേ സമയത്ത് തന്നെ കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കൈകൾ നീട്ടിപ്പിടിക്കാം. ഒരു വ്യക്തി കാതിൽ പ്രയാസമുള്ള, ഒരു പക്ഷേ ഈ ലിക്വിഡ് ഫോമിൽ ഫ്ലൂയിഡ് പോലെ എന്തൊക്കെയോ പുറത്തേക്ക് ഒഴുകുന്ന, പൊട്ടി ഒലിക്കുന്ന ആ കാതുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ മിറക്കിൾസ് നടക്കട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പഠനകാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അവസ്ഥകളിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. ബിസിനസ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളെല്ലാം കർത്താവ്, കിടപ്പ് രോഗികൾ ഉൾപ്പെടെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങൾ ചെയ്യേണ്ടത്, ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂടാതെ നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കും. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.